ഇനി ചില വാർത്തകൾ വേഗത്തിൽ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നല്ല സ്ഥാനാർത്ഥിയെന്ന് ചാണ്ടി ഉമ്മൻ. തദ്ദേശീയർ മത്സരിക്കണമെന്ന DCCയുടെ ആവശ്യം കുടുംബത്തിലെ തർക്കം മാത്രം. ഓരോരുത്തർക്കും ആര് മത്സരിക്കണമെന്ന് പറയാനുള്ള അവകാശമുണ്ടെന്നും പാർട്ടിയുടേതാണ് അന്തിമ തീരുമാനമെന്നും ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുപോലെ പാലക്കാടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമെന്നും ചാണ്ടി ഉമ്മൻ. കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വ്യവസായ മന്ത്രി P. രാജീവ്. 3015 കോടി രൂപയുടെ സംയുക്ത പദ്ധതിയിൽ 1194 കോടി രൂപ കേരളം മുടക്കി കഴിഞ്ഞു. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചെന്നും P. രാജീവ്. കരിവന്നൂർ കേസിൽ മുൻ മന്ത്രി K. രാധാകൃഷ്ണനെ പ്രതി ചേർക്കണമെന്ന് അനിൽ അക്കര. 4 തെരഞ്ഞെടുപ്പുകളിൽ CPM കരിവന്നൂർ സഹകരണ ബാങ്കിലെ പണം ചെലവഴിച്ചു. തട്ടിപ്പിൽ K. രാധാകൃഷ്ണനും നിർണായക പങ്കുണ്ട്. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ ED നടപടിയെന്ന് പരിശോധിക്കണം. ED കണ്ടുകെട്ടിയ സ്വത്തിന്റെ ഉടമയെ പ്രതി ചേർക്കാത്തത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണെന്നും അനിൽ അക്കര പറഞ്ഞു. തൃശൂരിൽ അത്ഭുതപൂർവമായ വിജയം തന്നതിന് ജനങ്ങൾക്ക് നന്ദിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വലിയ കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. രാഷ്ട്രീയ വോട്ടുകൾ അല്ലാത്ത വോട്ടുകളും തനിക്ക് ലഭിച്ചു. ഈ മനംമാറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും സുരേഷ് ഗോപി. എന്ന നിലയ്ക്ക് വർഷങ്ങളായി വലിയ അധ്വാനവും ശ്രമവുമൊക്കെ കേന്ദ്ര നേതാക്കളും കേന്ദ്ര പാർട്ടിയുമൊക്കെ നടത്തിയിട്ടും ആ ശ്രമങ്ങൾക്കെല്ലാം കൂടി വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു വിജയം എന്ന് പറയുന്നത് വലിയ അധ്വാനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം മാത്രമാണ്. 4 വർഷ ബിരുദം ആരംഭിക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ നിലവിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ അധ്യാപക തസ്തികകളും നിലനിർത്തും. ധനകാര്യമന്ത്രി KN ബാലഗോപാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ആദ്യ ബാച്ചിന്റെ പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സേവന വ്യവസ്ഥകളും തസ്തികകളും നിലനിർത്തി തുടരാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മേജർ മൈനർ ഫൗണ്ടേഷൻ കോഴ്സുകൾ നൽകുന്നതിന് ഗസ്റ്റ് അധ്യാപക സേവനം ഉറപ്പാക്കാനും ധാരണയായി. കണ്ണൂർ ചെറുതാഴം രാമപുരത്തെ ആസിഡ് ചോർച്ചയെ തുടർന്ന് 10 പേർക്ക് ശ്വാസതടസ്സം. സമീപത്തെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കാണ് ശ്വാസതടസ്സമുണ്ടായത്. 2 വിദ്യാർത്ഥികളെ കണ്ണൂർ മെഡിക്കൽ കോളേജിലും 8 പേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആസിഡുമായി പോയ ടാങ്കറിൽ നിന്ന് ഇന്നലെയാണ് ചോർച്ചയുണ്ടായത്. വാഹനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. സാങ്കേതിക തടസ്സങ്ങളാണ് ചോർച്ച പരിഹരിക്കുന്നത് വൈകാനുള്ള കാരണം. പാലക്കാട് ജനവാസ മേഖലയിൽ PT5 എന്ന കാട്ടാന ഇറങ്ങി. കഞ്ചിക്കോട് നല്ലടിയിൽ പുലർച്ചെ 6 മണിയോടെയാണ് ആന ഇറങ്ങിയത്. ഏറെ നേരം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച PT5 പിന്നീട് കാടുകയറി.